അസ്സലാമലൈക്കും. കൊടുത്ത പരസ്യത്തിൻ്റെ കായ് കൊടുക്കി ചങ്ങായിമാരെ. എന്നിട്ട് ഈ ആദ്യ വലിപ്പത്തിലൊക്കെ പറയണ രസമാണ്. 17 ലക്ഷം രൂപ സുപ്രഭാതത്തിന് ഇപ്പോഴും കിട്ടാനാ സമുദായ പാർട്ടി കൊടുക്കാണ്ട്. നഷ്ടത്തിൽ ഓടുന്ന പാർട്ടിയൊന്നുമല്ലല്ലോ, കോടികൾ ബാലൻസ് ഉണ്ടാവും. പിന്നെ കായില്ലാതെ പരസ്യത്തിന് ഒരുങ്ങൂലല്ലോ. നിങ്ങൾ തിന്നുമില്ല, തീറ്റിച്ചുമില്ല, കിട്ടുന്നത് മുടക്കും ചെയ്യുക. എന്നിട്ട് വലിയ വർത്തമാനം പറയാം, മുസ്ലിം ലീഗിനായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നത് പോലെ ബന്ധം ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ നഷ്ടപ്പെടുന്ന ഇപ്പോൾ കടന്നങ്ങനെ ഈ മോങ്ങൽ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് നേരത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നല്ലോ. സമുദായത്തിന് വേണ്ടി ജീവൻ കളയുകയും സമുദായത്തിന് വേണ്ടിയല്ലാതെ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിനെ തെറ്റിക്കുന്നതിൻ്റെ വല്ല കാരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കടന്നിങ്ങനെ വാലിട്ടടിച്ചിട്ട് എന്താ കാര്യം? ഒരു ഈറൊക്കെ കിണറ്റിലിറങ്ങിയാൽ 2 ഈറ പിടിച്ചാൽ കിണറ്റിൽ നിന്ന് കയറാൻ കഴിയൂല. എന്നിട്ട് ഇപ്പം അങ്ങനെ ലീഗിന് മാത്രമായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല. ആദ്യം പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ കായ് കൊടുക്കാൻ പഠിച്ചു നിങ്ങൾ. 1-2 പൈസ അല്ല, 17 ലക്ഷം ഉറുപ്പ്യ കിട്ടാൻ അറിയാം നിങ്ങൾ. മനുഷ്യന്മാരോടൊരു വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പഠിച്ച. എന്നിട്ട് ഇപ്പോൾ കടന്ന് ഇങ്ങനെ ചാടിക്കളിച്ച. അന്നേ പറഞ്ഞു, പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഴുവൻ സാദാത്തുക്കളും, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്താൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങളെന്നെ വലിയൊരു അറിഞ്ഞങ്ങാണ്ട് അതിന് നിങ്ങൾ ഇന്നലെ കണ്ടം ചാടി വന്ന ആൾക്കാരെയും മിനിഞ്ഞാന്ന് കണ്ടം പൂട്ടി വന്ന ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിങ്ങാണ്ട് എന്നിട്ട് ഇപ്പോൾ കടന്ന് ഇങ്ങനെ കാലിട്ടടിച്ചാണ്. പത്രങ്ങൾ എന്തും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നുമായിരുന്നില്ല, അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മല മറിച്ചു എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ്. ആയാതി വർത്താനൊന്നും പറയണ്ട. കുട്ടികളെ, ഞങ്ങളടുത്ത് പേച്ചു റിയലി സോറി എന്ന് പറയുന്നതിന് പകരം ഇന്നലെ കണ്ടങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആധികാരികമായിട്ടല്ലേ പ്രഖ്യാപനം നടത്തിയത്. മന്തിക്കും മായക്കും ഓതിയ വലിയ മൂല്യന്മാർക്ക് അറിയത്. അനാവശ്യമായ ഒരു ഇടപെടലും നടത്തരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആവശ്യമായ ഇടപെടലുകൾക്കും അത്യാവശ്യമായ ഇടപെടലുകൾക്കും നിങ്ങൾ മടിക്കരുത് എന്നല്ലേ. അനാവശ്യമായതൊന്നും വേണ്ടെന്ന്, ആവശ്യമായതൊക്കെ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സമസ്തയെ കുത്തി നോവിക്കുന്ന വാക്കോ പ്രവൃത്തിയോ പ്രവർത്തനങ്ങളോ പ്രവർത്തകരടുത്തു നിന്നും ഉണ്ടാവരുത് എന്ന് പറയാൻ ഏതെങ്കിലും മൂക്ക് കീഴ്പ്പെട്ടായ ഒരു നേതാവ് മറുഭാഗത്തുനിന്ന് വന്നോ? സമസ്തയും ഞങ്ങളും വലിയ ബന്ധാണ്, കുടുംബമാണ്, കല്യാണത്തിന് വിളിച്ചാൽ വരും എന്നിങ്ങനെ പറയാമെന്നല്ലാതെ ഏതെങ്കിലും മൂക്ക് കീഴ്പ്പെട്ട ഒരു നേതാവ് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? സമസ്തയെയും സമസ്തയുടെ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ ബന്ധം തകർക്കുന്നതോ ആയ ഒരു പ്രവർത്തനവും ലീഗുകാരെ പക്കൽ നിന്ന് ഉണ്ടാവരുത് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? എന്നാൽ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലേ? ഉണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലോ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും BV അബ്ദുള്ള കോയ MP-യും അന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അവർ പറഞ്ഞല്ലോ, സമസ്തയിൽ നിന്ന് സമസ്ത മാറ്റി നിർത്തിയ ആളുകളുടെ സമ്മേളനങ്ങളിൽ ആരും പോകരുത്, ലീഗുകാരും പോകരുത് എന്ന് പറഞ്ഞല്ലോ. ഹൈദർ അലി തങ്ങൾ പറഞ്ഞില്ലേ, ആ മുടിൻ്റെ പിന്നാലെ ആരും പോണ്ട, സമസ്ത മാറ്റി നിർത്തിയതാണെന്ന്. ഉമർ അലി തങ്ങൾ പറഞ്ഞില്ലേ, ആലുവക്കാരുടെ പിന്നാലെ ആരും പോണ്ട, ഒരു സമസ്ത മാറ്റി നിർത്തിയതാണെന്ന്. ആരാ പറയാത്തത്? അവിടെ മാറുന്നില്ലേ? ഈ ആലുവക്കാരും ഈ അഖിലക്കാരും ഒക്കെ അന്നും ലീഗുകാരനെയാണ്. ഓരൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ ഓരൊന്നും BJP-ക്കാരായിരുന്നില്ല. ആലുവ തരീക്കത്തിൽ ചേർന്ന ആൾക്കാരൊക്കെ ലീഗേരാ. നൂരിഷാ തരീക്കത്തിലുണ്ടായിരുന്ന ആൾക്കാർ ലീഗേരാ. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്നു ലീഗേരും പണ്ഡിതന്മാരുമാണ്.
പക്ഷെ അവിടെ ഒക്കെ സമസ്ത ഒരു തീരുമാനം എടുത്തല് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് അവരൊക്കെ ചിന്തിച്ചത്. എന്നിട്ട് ഇപ്പോൾ കടന്നിട്ട് ഇങ്ങനെ മൂങ്ങുക. അപ്പോൾ പ്രവർത്തകർക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വലിയ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വരാനുള്ളത് വഴി തങ്ങൂല. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് ഐദീക്കും. അനുഭവിക്കാം. പോകുകയാണെങ്കിൽ എല്ലാവർക്കും പോകും, കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. മനസ്സിലായില്ലേ? അത്ര പേര് പറയാനുള്ളൂ. അതൊക്കെ അവനാം വരുത്തി വെക്കുമ്പോൾ ആലോചിക്കണം. എന്നിട്ട് കടന്നിട്ട് ഇങ്ങനെ അന്ന് കൊടുത്തിരുന്നുവെങ്കിൽ, അന്ന് ഞങ്ങളെ ഗവർണറാക്കിയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചാടിയിട്ട് വലിയ കാര്യമാണ്. അന്നൊക്കെ അവരൊക്കെ ആലിമീങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നിന്നതുകൊണ്ടാണ്. കൂടുതൽ പറയണില്ല. അതൊക്കെ ശ്രദ്ധിക്കാനും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ ബോധ്യം പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.